നമസ്കാരം. മുഖാമുഖത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് വടക്കാഞ്ചേരിയിലെ ഒരു നിശബ്ദ ജനസേവകനാണ്. അങ്ങനെ പറയാൻ കാരണം അദ്ദേഹം ജനസേവന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തുമൊക്കെ കുറേ വർഷങ്ങളായിട്ട് സജീവമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള ആളുകൾക്ക് മാത്രമേ അദ്ദേഹത്തെക്കുറിച്ച് അറിയുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തെയാണ് നമ്മൾ ഇന്ന് അതിഥിയായിട്ട് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. VCയുടെ മുഴുവൻ പ്രേക്ഷകർക്കും വേണ്ടി ആ അതിഥിയെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. വടക്കാഞ്ചേരി ആക്സ് എന്ന് പറയുന്ന സംഘടനയുടെ റോഡ് അപകടങ്ങളിൽ പെടുന്നവരെ ആശുപത്രിയിലെത്തിക്കുന്ന സംഘടനയാണ് ആക്സ്. അതുപോലെ ജില്ലാ ആശുപത്രിയിൽ എത്രയോ വർഷങ്ങളായി അവിടുത്തെ മുഴുവൻ കിടപ്പ് രോഗികൾക്കും അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കുമൊക്കെ സൗജന്യമായി ഉച്ചഭക്ഷണം നൽകി വരുന്ന കാരുണ്യ എന്ന് പറയുന്ന ട്രസ്റ്റിൻ്റെ ചെയർമാനും ഒപ്പം തന്നെ വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയും കൂടിയായ ശ്രീ VV ഫ്രാൻസിസിനെ മുഴുവൻ VCയുടെ മുഴുവൻ പ്രേക്ഷകർക്കും വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഫ്രാൻസ് ചേട്ടാ, ഈ കച്ചവടവും ജനസേവനം എല്ലാം കൂടി അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അത് ബിസിനസ്സിനെ ബാധിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കർത്താവിൻ്റെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു സ്ഥാപനത്തിൽ നിന്ന് 2 സ്ഥാപനം, ഇത് 3ാമത്തെ സ്ഥാപനത്തിലേക്കും താങ്കളുടെ ബിസിനസ് വളർന്നു. അപ്പോൾ ഈ മറ്റേ ബൈബിളിലൊക്കെ പറയുന്ന പോലെ തന്നെ വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയരുത് എന്ന് കർത്താവ് പറഞ്ഞതുപോലെ താങ്കൾ ചെയ്യുന്ന ജനസേവനത്തിന് ഈശ്വരൻ നൽകുന്ന ഒരുപക്ഷെ ഒരു സമ്മാനമായിരിക്കാം താങ്കളുടെ ബിസിനസ് രംഗത്തുള്ള ആ ഫ്ലറിഷിംഗ് എന്ന് പ്രതീക്ഷിക്കുകയാണ്. എങ്ങനെയാണ് വ്യാപാരത്തെക്കുറിച്ച് നമുക്ക് അതും തുടങ്ങാം. വ്യാപാര മേഖലയിൽ ഞാൻ പ്രവേശിച്ചിട്ട് 40 വർഷത്തോളമായി. എനിക്ക് 20 വയസ്സുള്ളപ്പോൾ എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ എൻ്റെ പിതാവിൻ്റെ വ്യാപാരത്തിൽ ചേരുകയും അതിനുശേഷം എനിക്ക് 25 വയസ്സായപ്പോൾ ഓട്ടുപാറ ഒരു സ്ഥലം വാടകയ്ക്കെടുത്ത് വ്യാപാരം ആരംഭിച്ചു. മാണി സൺസ് എന്ന പേരിൽ വ്യാപാരം ആരംഭിച്ചു. കുറേ വർഷങ്ങൾക്ക് ശേഷം 2ാമതൊരു സ്ഥാപനം കൂടി സ്ഥാപിക്കാൻ സാധിച്ചു. അത് ഓട്ടുപാറ ബൈപ്പാസ് റോഡിലെ VV ഫ്രാൻസിസ് ആൻഡ് കമ്പനി എന്ന പേരിലൊരു അരി വ്യാപാരം. ഇപ്പോൾ ആദ്യം തുടങ്ങിയ വ്യാപാര സ്ഥാപനം പൊളിച്ചു പണിത് പുതിയ വ്യാപാരത്തിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കെട്ടിടം മുഴുവനായിട്ട് മേടിച്ചല്ലോ അല്ലേ? അതുകൂടി പറഞ്ഞല്ലോ. കാരണം ആ ഒരു കർത്താവ് തരുന്ന ഒരു ഐശ്വര്യം എന്താണെന്നുള്ളത് ദൈവം തരുന്ന അനുഗ്രഹം തന്നെയാണ്. പണ്ട് വാടക കെട്ടിടത്തിലായിരുന്നു. ഇപ്പൊ കെട്ടിടം മൊത്തമായിട്ട് താങ്കൾ വാങ്ങാനുള്ള ഒരു ദൈവാനുഗ്രഹം ഉണ്ടായി. എന്റെ മെടുക്കൊണ്ടൊന്നല്ല, അനുഗ്രഹിച്ച് കിട്ടിയതുകൊണ്ട് മാത്രം. താങ്കൾ ചെയ്യുന്ന സേവനങ്ങൾക്ക് ദൈവം തരുന്ന ഒരു പ്രതിഫലമായി തീർച്ചയായിട്ടും ദൈവം എന്റെ പക്ഷത്തുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ ചേലക്കരയിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ചേലക്കരയിൽ 6 മാസം മുമ്പ് ചേലക്കര പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് സേവ് മാർട്ട് എന്ന പേരിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ സാധിച്ചു. അത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കാരുണ്യ ട്രസ്റ്റ്, അതിനെക്കുറിച്ചാണ് എനിക്ക് പറയുന്നത്. നമ്മൾ ഒരുമിച്ച് ഞാൻ JCCയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന കാലത്ത് കാരുണ്യ ട്രസ്റ്റ് ഇവിടെ ആശുപത്രി രോഗികൾക്ക് സൗജന്യ ഭക്ഷണം എന്ന് പറയുന്ന ആശയം ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ അന്ന് JCCയും കാരുണ്യ ട്രസ്റ്റും കൂടി ഒരുമിച്ചായിരുന്നു അന്ന് തുടങ്ങിയിരുന്നത് അല്ലേ? ഓട്ടുപാറ കുറച്ച് ചുമട്ട് തൊഴിലാളികളും എല്ലാവരും കൂടി ചേർന്നാണ് തുടങ്ങിയിരുന്നത്. തീർച്ചയായും അതിന് JCCന് ഒരു മുഖ്യ പങ്കുണ്ട്. ഇത്തരമൊരു പരിപാടി എനിക്ക് തുടങ്ങാൻ പ്രചോദനമായത് വളരെ പ്രായമായ ഒരു അമ്മൂമ്മ സ്ഥിരമായി കടയിൽ വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ഗുളികകളും കൊണ്ടുവരും. ഇത് ഭക്ഷണത്തിന് ശേഷം കഴിക്കേണ്ടതാണ് മോനെ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് സങ്കടം പറയാൻ വരാറുണ്ട്. ആശുപത്രിയുടെ അടുത്താണല്ലോ കട. ആശുപത്രി വളരെ അടുത്തായതുകൊണ്ട് ഏറ്റവും അടുത്തെത്താവുന്നത് ഒരു സ്ഥാപനമായതുകൊണ്ട് അവിടെ വരാറുണ്ട്. ആ ചിന്തയാണ് എനിക്ക് ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകളെ സഹായിക്കുന്നതിന് ഒരു സാഹചര്യം എന്താണെന്ന് അന്വേഷിക്കാൻ അവസരം ഉണ്ടാക്കിയത്. ഇതുപോലെ എത്ര പേരുണ്ടാവും ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ? ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ നേരിട്ട് പോയി അന്വേഷിച്ചപ്പോൾ അവിടെ അന്ന് 10ഓളം പേർ വീട്ടിൽ നിന്നും പുറത്തായ പോലത്തെ അവസ്ഥ. അവരെ നോക്കാൻ ആരുമില്ല, മക്കളില്ല, ഭർത്താവില്ല, സാമ്പത്തിക സ്ഥിതിയില്ല. അത്തരം അവസ്ഥയിലുള്ള 10 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ച് ഞാൻ സ്ഥിരമായി ഞങ്ങൾ കട അടച്ചതിന് ശേഷം മദ്രാസ് ഹോട്ടലിൽ വൈകിട്ടിരിക്കാറുണ്ട്. കുറച്ച് സമയം ഞങ്ങൾ സൗഹൃദ സംഭാഷണം നടത്താനിരിക്കാറുണ്ട്. ആ സമയത്ത് അജിത് കുമാർ മല്ലയ്യ, അന്ന് അദ്ദേഹം JCCന്റെ പ്രസിഡൻ്റായിരുന്നു, പിന്നെ മദ്രാസ് സ്വാമി നാരായണസ്വാമി, ഞങ്ങൾ 3 പേര് വരുന്ന ആലോചിച്ച് ഇങ്ങനെ കുറച്ച് പേര് വളരെ ഭക്ഷണം അത്യാവശ്യമുള്ള ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചപ്പോൾ നമുക്കത് നടത്താൻ പറ്റും. എനിക്ക് കുറച്ച് ഒരു 5 ആൾക്കുള്ള കഞ്ഞി കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരും സമ്മതിച്ചു.
ഉടനെ തന്നെ പട്ടാമ്പി ലത്തീഫ് ഖാൻ്റെ അടുത്ത് വിളിച്ചു, പിന്നെ കൃഷ്ണ ബ്രദേഴ്സിന് വിളിച്ചു. അപ്പോൾ തന്നെ 25 പേർക്ക് ഡെയിലി കൊടുക്കാനുള്ള സംവിധാനമായി. അങ്ങനെയാണ് ആരംഭിക്കുന്നത്. അത് പിറ്റേ ദിവസം ഞാൻ കാലത്ത് കടയിൽ വന്ന് ഓട്ടുപാറ യൂണിയൻ മേഖലയിലുള്ള യൂണിയൻകാരുടെ കടയിൽ സ്ഥിരം പണിയുന്ന ആൾക്കാരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എല്ലാ ദിവസവും 10 പേർക്കുള്ള ഭക്ഷണത്തിനുള്ള പൈസ അവർ തരാമെന്ന് സമ്മതിക്കുകയും 2002 ജനുവരി 17-ാം തീയതി ആരംഭിക്കുകയും ഇന്ന് വരെ ഒരു ദിവസം പോലും മുടങ്ങാതെ കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു. അന്ന് താലൂക്ക് ആശുപത്രിയായിരുന്നു. അന്ന് താലൂക്ക് ആശുപത്രിയായിരുന്നു. പിന്നീട് അത് ജില്ലാ ആശുപത്രിയായി. അന്ന് ആരംഭിച്ചത് ജേസിസ് എന്ന സംഘടനയുടെ ബാനറിലായിരുന്നു. എന്നുവെച്ചാൽ യാതൊരു സംഘടനയോ ഒന്നുമില്ലാതെ വെറുതെ പോയി ഒരു 2 വ്യക്തികൾ കൊടുക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഒരു സംഘടനാ തലത്തിൽ കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി ദൂരം പ്രവർത്തിക്കുന്നതിനുള്ള സാധ്യതയും ഒരു സംഘടനയുടെ പിൻബലവും നല്ലതാണ് എന്ന അഭിപ്രായത്തോടുകൂടി ജേസിസ് എന്ന സംഘടനയും കൂടി ചേർന്നാണ് ആ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് ആദ്യം ആരംഭിക്കുമ്പോൾ 10, 20, 30 അങ്ങനെ എന്തോ കുറച്ച് രോഗികൾക്ക് അല്ലേ തുടങ്ങിയത്? 25 പേർക്ക് തുടങ്ങാമെന്ന് കരുതിയിട്ടാണ് ആരംഭിച്ചത്. പക്ഷേ തുടങ്ങുമ്പോൾ തന്നെ 60 പേർക്കുള്ള സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു. 60 പേർക്കായിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം അത് 75-50 മുഴുവൻ രോഗികൾക്കും കൊടുക്കാനുള്ള. അന്ന് കഞ്ഞിയായിരുന്നു. അത് കഞ്ഞി. കഞ്ഞിയാണോ? അപ്പോൾ ചോറാണ്. ഇപ്പോഴും കഞ്ഞിയും പിന്നെ ഇടയ്ക്കിടെ ഓരോ സ്പോൺസർമാരുടെ ആയിരിക്കും സദ്യ കൊടുക്കാറുണ്ടാവും. ബിരിയാണി ഉണ്ടാവും അല്ലേ? ബിരിയാണി വെജിറ്റേറിയൻ മാത്രമേ അവിടെ കൊടുക്കാറുള്ളൂ. രോഗികൾക്കായതുകൊണ്ട് വെജിറ്റേറിയൻ മാത്രം. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവിടുത്തെ മുഴുവൻ കിടപ്പ് രോഗികൾക്കും അവരെ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അല്ലേ? ആദ്യം ഒരു നേരമായിരുന്നു കൊടുത്തിരുന്നത്. കഴിഞ്ഞ 4 വർഷം മുമ്പ് ദുബായ് സുഹൃത്ത് സംഘം ഒരു നേരത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞ് അന്ന് മുതൽ 2 നേരമാക്കി. പിന്നീട് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി. പക്ഷേ നമ്മൾ 2 നേരം തന്നെ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിനുള്ള സ്പോൺസർഷിപ്പ് ഒക്കെ എങ്ങനെയാണ് ആളുകൾ ചെയ്യുന്നത്? എങ്ങനെയാണ്? ജനങ്ങൾ അവരുടെ വീട്ടിൽ ഹൗസ് വാമിങ്, കല്യാണങ്ങൾ, അടിയന്തരം, പിന്നെ ഇവിടെ ചുറ്റുവട്ടത്തുള്ള പള്ളി പെരുന്നാളുകൾ, പിന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ വർഷത്തിൽ ഒരു തവണ, അങ്ങനെ വിവിധ മേഖലകളിലുള്ള വിവിധ തരത്തിലുള്ള ആൾക്കാരെ അടിയന്തരം അങ്ങനെ എല്ലാവരും ഓർത്ത് തരാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് അത് വളരെ സുഗമമായി നടക്കുന്നുണ്ട്. ഈ കാരുണ്യ എന്ന പേര് തന്നെ ഒരു ഏറ്റവും ഒരു വളരെ മീനിങ് ആയിട്ടുള്ള പേര് തന്നെയാണ് ഈ പ്രോസസ്സിന് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പല ആശുപത്രികളിലും ഇപ്പോൾ ഈ അവിടെയുള്ള രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതിനൊക്കെ ഒരു പ്രചോദനം ഫ്രാൻസ് ചേട്ടനും ഒക്കെ കൂടി തുടങ്ങിയ ഈ വടക്കാഞ്ചേരി ആശുപത്രിയിലത്തെ ഉച്ചഭക്ഷണ വിതരണമാണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. പലരും അത് മാതൃകയാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ അവിടുന്ന് ആശുപത്രി അധികൃതരുടെയും അല്ലെങ്കിൽ അവിടുത്തെ ആശുപത്രി സമിതി അല്ലെങ്കിൽ അവരുടെ മറ്റ് രോഗികൾ, അവരുടെ ബന്ധുക്കൾ, അവരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ് ഇത് കൊടുക്കുമ്പോൾ? രോഗികൾ വളരെ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. ഈ ഭക്ഷണം വന്നില്ല, ഒരു ദിവസം ലേറ്റ് ആയാൽ പോലും അവർ വളരെ സങ്കടത്തോടു കൂടി, പലരും ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയുള്ളവരുണ്ട്. നമ്മൾ കൊടുക്കുന്ന 100 പേർക്ക് ഭക്ഷണം ആവശ്യമില്ലെങ്കിലും അതിലൊരു 10-15 പേരെങ്കിലും ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. ഒരാൾക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. താങ്കളന്ന് ഈ സംരംഭം ആരംഭിക്കുമ്പോൾ താങ്കൾ ഓട്ടുപാറയിലെ മാണി സൺസ് എന്ന് പറയുന്ന വ്യാപാര സ്ഥാപനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, അത് മാത്രമേ. അന്ന് ആ കടയിൽ ഞാൻ അവിടുത്തെ വരാറുള്ളതാണ്. എപ്പോഴും തിരക്കുള്ള ഒരു കടയായിരുന്നു അവിടെ. ഈ തിരക്കിൻ്റെ ഇടയിലാണ് താങ്കൾ ഈ ഉച്ചഭക്ഷണ സമയത്ത് അതിന് മുഴുവൻ സമയം കടയിൽ നിന്ന് വിട്ട് ആശുപത്രിയിൽ പോയി ഈ രോഗികൾക്കൊപ്പം ഈ ഭക്ഷണം കൊടുക്കാനും ഒക്കെ ആയിട്ട് സമയം കണ്ടെത്തിയിരുന്നു. അത് തീർച്ചയായിട്ടും അത് ഒരു മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു സന്ദേശം എന്താണ് നൽകുന്നത്? എത്ര തിരക്കുള്ള ദിവസമായാലും ഞാൻ എൻ്റെ ഭക്ഷണം ഒഴിവാക്കാറില്ല. അതുപോലെ തന്നെയാണ് അവരെല്ലാം എൻ്റെ സഹോദരാണ് എന്ന തോന്നലാണ് ആ സമയമാകുമ്പോൾ ഓടിപ്പോകാൻ പ്രേരിപ്പിക്കുന്നത്. എൻ്റെ ഭക്ഷണം ഞാൻ മുടക്കാത്ത പോലെ അവരുടെ ഭക്ഷണം ഒരിക്കലും മുടങ്ങരുത് എന്ന് നിർബന്ധമുണ്ട്. ഇപ്പൊ ഇത്രയും വർഷങ്ങളായി, ഇപ്പൊ 2002 ആരംഭിച്ചു. ഈ 17 വർഷമായിട്ട് 17 വർഷമായിട്ട് ജനുവരി ആണല്ലോ അല്ലേ? 17 വർഷമായി, 17ാം വാർഷികമാണ്. ഈ 17 വർഷമായിട്ട് ഈ ഒരു സംരംഭത്തിന് സഹായിച്ച ഏതെങ്കിലും സ്ഥാപനങ്ങൾ, വ്യക്തികൾ എടുത്തു പറയത്തക്കായിട്ട് ഉള്ളത് ആരൊക്കെയാണ്? ഏറ്റവും അധികം അന്ന് മുതൽ ഇന്ന് വരെ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്ന വഹിദ എന്ന സ്ത്രീയോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്. ഈവൻ അവരുടെ പിതാവ് മരിച്ചു കിടന്ന ആ ദിവസം പോലും ഇത്രയും പേർ പട്ടിണി കിടക്കരുത് എന്ന് നിർബന്ധ ബുദ്ധിയാൽ ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാട് അവർ ചെയ്തു. അതിന് എന്നും ഓട്ടുപാറ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയാണ് താമസം. ഇപ്പോൾ ജാറൻ റോട്ടില് വീട് വെച്ച് താമസിക്കുന്നു. അവരുടെ ആ ത്യാഗസമ്പന്നമായ പ്രവൃത്തി ആണ് ഇത് കൊണ്ടുനടക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. പിന്നെ വിവിധ മേഖലയിലുള്ള ഒരുപാട് കടക്കാര്
നമുക്ക് സഹായം തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അറിഞ്ഞ് സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഡേറ്റുകൾ ബുക്ക് ചെയ്തിട്ടുള്ള കുറേ പേരുണ്ട്. ആ ഡേറ്റിൽ അവരുടെ സ്ഥിരമായിട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. അങ്ങനെ കുറേ പേരുണ്ട്, സുഖമായി നടന്നു പോകണം. അതുപോലെ സംഘടനകൾ സ്ഥിരമായി സഹായിക്കുന്ന സംഘടനകൾ വല്ലതും ഉണ്ടോ? സ്ഥിരമായി എല്ലാ മാസവും കൊടുത്തിരുന്ന സുഹൃത്ത് സംഘം ദുബായി ആയിരുന്നു. അവർ 3 വർഷം തുടർച്ചയായി തന്നു. ഇപ്പോൾ അവർ വേറെ പ്രൊജക്റ്റ് ആയതുകൊണ്ട് തൽക്കാലം ഇതിനൊരു ബ്രേക്ക് കിട്ടിയിരിക്കുന്നു മാത്രം. ഇനി സഹകരിക്കാമെന്ന വാഗ്ദാനമുണ്ട്. ഈ കാരുണ്യ ട്രസ്റ്റ്, അതിപ്പോൾ കാരുണ്യ ട്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ മറ്റൊന്ന്, ഏറ്റവും അധികം ആളുകളെ അതുപോലെ തന്നെ ആളുകൾക്ക് സഹായകരമായിട്ടുള്ള ആക്സ് എന്ന് പറയുന്ന സംഘടനയല്ലേ? അത് ആക്സിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഒന്ന് വിശദീകരിക്കാമോ? ഇതിപ്പോൾ റോഡിൽ അപകടം പറ്റി നടക്കുന്ന ആളുകളെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ജീവകാരുണ്യ ദൗത്യമാണ് ആക്സ്. അതും യാതൊരു വിധത്തിലുള്ള പ്രതിഫലമില്ലാതെ, നിഷ്കാമ, എന്താണ് അതിൻ്റെ നിങ്ങളൊരു സ്ലോഗൻ? നിഷ്കാമകർമ്മം. ഒരു യാതൊന്നും ഇച്ഛിക്കാതെ ലാഭം, അതെ, സർവീസ് വിതൗട്ട് പ്രോഫിറ്റ് എന്ന ഒരു ആശയം. 11 വർഷം മുൻപാണ് ആക്സ് തൃശ്ശൂരിൽ ആരംഭിച്ചെങ്കിലും വടക്കാഞ്ചേരിയിലേക്ക് അത് എത്താൻ 18 കിലോമീറ്റർ ദൂരം എത്താൻ 3 വർഷത്തോളം എടുത്തു. 8 വർഷം മുമ്പ് ഇവിടെ ആരംഭിച്ചു. ആദ്യത്തെ വർഷം ഡോക്ടർ ശ്രീനിവാസൻ ആയിരുന്നു പ്രസിഡന്റ്. അതിനുശേഷം എന്നെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഇപ്പോൾ കഴിഞ്ഞ 3 ടേം കഴിഞ്ഞ 6 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ അടുത്ത 2 വർഷത്തേക്കും കൂടി കഴിഞ്ഞ മാസം നടന്ന ഇലക്ഷനിൽ തിരഞ്ഞെടുത്തു. അതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഇവിടെ ലോക്കലായിട്ടുള്ള ഫണ്ട് കളക്ഷൻ തന്നെയാണ് അതിൻ്റെ മൂലധനം. എല്ലാ മാസവും 40,000 രൂപ ചിലവ് വരും. 2 ഡ്രൈവർമാർ, 24 മണിക്കൂർ സർവീസ് ഉണ്ട്. റോഡിൽ അപകടമുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞാൽ, ആര് വിളിച്ചു പറഞ്ഞാലും ഉടനെ ആംബുലൻസ്, വളണ്ടിയേഴ്സ് അടക്കം വന്ന് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും എത്തുന്നത് വരെ അവരുടെ അടുത്ത് നിന്ന് അവർക്ക് വേണ്ട ശുശ്രൂഷയും അവർക്ക് വേണ്ട മരുന്ന് വാങ്ങിക്കൊടുക്കുക എന്നാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കാത്തിരിക്കുന്ന നിമിഷത്തെ ഞങ്ങൾ ഗോൾഡൻ അവർ എന്നാണ് വിളിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യവും വിലപ്പെട്ടതുമായിട്ടുള്ള സമയം അതാണ്. അപകടം പറ്റി രക്തം വാർന്നു പോകുന്ന സമയം ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, ആൾക്ക് വേണ്ട പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾക്കുള്ള മരുന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക. രക്തം ആവശ്യമുണ്ടെങ്കിൽ ആക്സിൻ്റെ വളണ്ടിയേഴ്സ് BDKയുമായി ചേർന്ന്, ബ്ലഡ് ഡൊണേഴ്സ് കേരള ഫോമായി ചേർന്ന് ഉടനെ തന്നെ രക്തം കൊടുക്കുന്നുള്ള ഏർപ്പാടും എല്ലാ സംവിധാനവും ഒരുക്കുവാൻ ദൈവാനുഗ്രഹത്താൽ സാധിക്കുന്നുണ്ട്. അതിന് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് ആക്സിൻ്റെ ഡ്രൈവേഴ്സിനോടും ആക്സ് വളണ്ടിയേഴ്സിനോടുമാണ്. ഞാൻ പ്രസിഡൻ്റായി ഇരിക്കുമ്പോൾ ഇതൊന്നും ഞാൻ അറിയുക പോലും ചെയ്യാതെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു സിസ്റ്റമായി മാറിയിട്ടുള്ളത് ഇവിടുത്തെ വളണ്ടിയേഴ്സിനോട് എത്ര കടപ്പെട്ടാലും ഞാൻ മാത്രമല്ല, ഈ നാട്ടുകാർ മുഴുവൻ അവരോട് കടപ്പെട്ടവരാണ്. ഏറ്റവും സജീവമായിട്ട് എത്ര വളണ്ടിയേഴ്സ് ഇപ്പോൾ ആക്സിലുണ്ട്? എപ്പോൾ വിളിച്ചാലും കിട്ടാവുന്ന 50ഓളം പേരുണ്ട്. എപ്പോഴും കിട്ടാൻ സാധ്യതയുള്ള 4-5 പേര് അവിടെ അടുത്തുണ്ടാവും. ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വളണ്ടിയേഴ്സ് എത്താനുള്ള സംവിധാനമുണ്ട്. ഈ ഏകദേശം ഒരു പെർ മന്ത് 40,000 ചിലവ് വരുന്നതല്ലോ. ഇപ്പോൾ ഡ്രൈവർമാരുടെ ശമ്പളം, വണ്ടിയുടെ മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ളതൊക്കെ. അതെങ്ങനെയാണ് അത് മീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? സാധാരണ മാസം 100-200 ഒക്കെ വെച്ച് തരുന്ന കുറേ പേരുണ്ട്. 500 രൂപ തരുന്നവരുണ്ട്. എല്ലാ മാസവും സ്ഥിരമായി ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നവരുണ്ട്. എങ്കിലും ഫണ്ട് വളരെ ഷോർട്ടാണ്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഒരു 3 മാസം മുമ്പ് വീടുകളിൽ നിന്ന് പോയി പഴയ പേപ്പർ കളക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ സൺഡേസിലും ഒഴിവുള്ള ദിവസങ്ങളിലും വീടുകളിൽ പോയി പഴയ ന്യൂസ് പേപ്പർ കളക്ട് ചെയ്യും. അത് വിറ്റ് കിട്ടുന്ന പൈസ ഇതിൻ്റെ ചിലവിലേക്കായിട്ട് ഉപയോഗിക്കും. ഇനിയും ഫണ്ട് ഷോർട്ടാണ്. പല ഉദാരമതികളും സഹായിക്കും. കഴിഞ്ഞ ഫ്ലഡിൽ വണ്ടി കേടുവന്നു, ഏകദേശം 50,000 രൂപ ചിലവ് വന്നു. അത് ഇവിടുത്തെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ, പിന്നെ മറ്റു പല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ, പിന്നെ കുറേ നാട്ടുകാരൊക്കെ ചേർന്ന് അത് കളക്ട് ചെയ്ത് തന്നു. അതിനുമുമ്പ് ടെസ്റ്റ് വർക്ക് വന്നു. അതിന് 2,10,000 രൂപ ചിലവ് വന്നു. വണ്ടി 7 കൊല്ലം മുമ്പ് നമുക്ക് LIC തന്ന വണ്ടിയായിരുന്നു. 7 കൊല്ലത്തെ വണ്ടിയുടെ ഓട്ടം കൊണ്ടുവന്ന ഓട്ടങ്ങൾ തീർക്കാൻ 2,10,000 രൂപ വന്നു. അത് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരു നല്ല മനുഷ്യൻ നമുക്ക് തന്നു. വണ്ടി കണ്ടീഷനായി, ഫ്രഷ് കണ്ടീഷനായിട്ട് ഇറക്കാൻ സാധിക്കും. പേര് പറയാം നമുക്ക്, ജനം കണ്ടല്ലേ? ഓക്കെ. ചിലർ പേര് വെളിപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. താങ്കളെ പോലെ തന്നെയാണ്. ഈ നേരത്തെ ഇത് ഒരു ചില ആളുകൾ ഒരു എമൗണ്ട് ബാങ്കിൽ ഇട്ടിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ഇതിൻ്റെ ഡ്രൈവർമാരുടെ ശമ്പളമൊക്കെ കൊടുക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ അത്തരം ഇതൊക്കെ ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ അത്തരം
ഇടപെടലിപ്പോൾ ഇല്ലേ? 40,000 രൂപ കിട്ടണമെങ്കിൽ നമ്മൾ 50 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരില്ലേ? അത്രയും വലിയൊരു സംഖ്യ കിട്ടാനുള്ള സാധ്യത നമ്മുടെ അവിടെ ഇല്ലേ? ഈ വടക്കാഞ്ചേരി ബേസ് ആയിട്ട് കിട്ടണല്ലോ. അപ്പൊ നമ്മള് പലിശ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നതിന് നല്ലത് ഇങ്ങനെ കുറേശ്ശെ പൈസ എല്ലാവരും കൂടി എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓടിപ്പോയിക്കോളും. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഈ 40,000 രൂപ എല്ലാ മാസവും അങ്ങനെ ലഭ്യമാവുന്നുണ്ടോ? ചില സമയത്ത് അല്പം കുറവ് വരുന്നുണ്ട്. അത് പിന്നെ അതിലുള്ള ആൾക്കാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇതില് ഈ വളണ്ടിയേഴ്സും ഇതുപോലെ മറ്റേ ഫ്രീ സർവീസ് ആണോ? വളണ്ടിയേഴ്സ് തന്നെയാണ്, വാക്കിന്റെ അർത്ഥം പോലെ തന്നെയാണ്. ഒരു ഫ്രീ സർവീസ് തന്നെയാണ്, വളണ്ടിയർ സർവീസ് ആണ്. ഈ ഇതിന്റെ ഈ ആക്സിന്റെ ഈ പ്രവർത്തനം ഇപ്പോൾ ആക്സിഡന്റ് കെയർ ട്രാൻസ്പോർട്ട് സർവീസ് അതാണല്ലോ ആക്സ് അല്ലേ? ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നി ഫൗണ്ടേഷന്റെ ചെയർമാനും കൂടി ആയിട്ടുള്ള ഫാദർ ഡേവിസ് ചെയർമാനാണ്. അദ്ദേഹത്തിന്റെ പ്രചോദനം കാരണം ഇത് ആക്സ് തുടങ്ങുന്നതിന് ഇനീഷ്യേറ്റീവ് എടുത്തത് വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബാണ്. അത് അറിയാമല്ലോ അല്ലേ? അന്ന് ഞങ്ങളൊക്കെ അതിന് നേതൃത്വം അതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്തതാണ്. ബെന്നി, അതെ അതെ. ബെന്നിയും ഈ അച്ഛനും തമ്മിലുള്ള ഒരു കണക്ഷനിലാണ് ഇത് തുടങ്ങുന്നതും. അന്ന് ആംബുലൻസ് അവിടെ നിന്ന് തന്നിരുന്നതാണ്, ചെറിയ ഓമിനി ആംബുലൻസ് ആയിരുന്നു. ഇപ്പോഴത്തെ ഈ ആംബുലൻസ് നമുക്ക് LICന്ന് കിട്ടാൻ കാരണം ഒരു വടക്കാഞ്ചേരിയായിട്ട് ബന്ധമുണ്ടല്ലോ അതിനകത്ത്. വടക്കാഞ്ചേരി വെറൈറ്റി ഫുട്വെയർ എന്ന് കട നടത്തിയിരുന്ന മാത്യു സാറിന്റെ മകൻ തോമസ് സാറായിരുന്നു അന്നത്തെ LIC ചെയർമാൻ. അപ്പൊ അങ്ങനെ വടക്കാഞ്ചേരിയിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, വടക്കാഞ്ചേരിക്ക് ഒരു ആംബുലൻസ് കിട്ടിയാൽ തിരക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ഒരു അപേക്ഷ ചെറുമലച്ചനെ കൊണ്ട് വെപ്പിക്കുകയും 1 മാസത്തിനുള്ളിൽ നമ്മുടെ അതിന് വണ്ടിക്ക് ആവശ്യമായ സംഖ്യ അനുവദിച്ചിരിക്കുകയും ചെയ്തു. വളരെ അനുഗ്രഹമായിരുന്നു അത്. നമുക്ക് പുതിയൊരു ആംബുലൻസ് ലഭിക്കുകയും നല്ല സർവീസ് കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു. ഈ ആക്സിഡന്റ് പ്രവർത്തനത്തിന് ഈ മറ്റേ പോലീസിന്റെയും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അതോറിറ്റീസിന്റെ ഒക്കെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? പോലീസ് വളരെ നന്നായി സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പ്രവർത്തനം സുഗമമായി നടത്താൻ സാധിക്കുന്നു. ഹോസ്പിറ്റലും നമുക്ക് രോഗികളെ കൊണ്ട് ചെല്ലുമ്പോൾ ഉടനെ അകത്തേക്ക് പ്രവേശിക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിനും എല്ലാം നല്ല സഹകരണം ലഭിക്കുന്നു. ഈ ഇടക്കാലത്ത് വെച്ചപ്പോൾ ഈ ജില്ലാ ആശുപത്രിയിൽ അവിടെ ആംബുലൻസ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ ഡ്രൈവർമാരൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ചിലപ്പോൾ രാത്രിയിൽ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള രോഗികളെ മെഡിക്കൽ കോളേജിലേക്കോ മറ്റോ മാറ്റാനായിട്ട് അവിടുത്തെ ആംബുലൻസ് ഉപയോഗിക്കാണ്ട് ആക്സിഡന്റ് ആംബുലൻസ് ഉപയോഗിക്കുന്നു എന്ന ഒരു ആക്ഷേപം പുറത്ത് ഉണ്ടായിരുന്നു. അതിന്റെ നിജസ്ഥിതി ശരിക്കും എന്താ? അതിന്റെ സ്റ്റാഫ് പാറ്റേണിന്റെ കുഴപ്പമായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പൊ അത് ഇപ്പൊ പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പൊ അവിടെ 3 ഡ്രൈവർമാരെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. അല്ല, അവിടെ ആംബുലൻസിന്റെ ഡ്രൈവർ ഉണ്ടെങ്കിലും ആ ഡ്രൈവറെ വിളിക്കാതെ ആ ആംബുലൻസ് എടുക്കാതെ ആക്സിനെ വിളിക്കുക, രോഗികളെ അങ്ങോട്ട്. ശരിക്കും ആക്ച്വലി ആക്സിന്റെ എന്ന് പറഞ്ഞാൽ ശരിക്കും റോഡ് ആക്സിഡന്റിൽ പെടുന്നവരെ കൊണ്ടുപോലും മാത്രമാണല്ലോ ആക്സിന്റെ ഒരു ദൗത്യം. പക്ഷെ മനുഷ്യജീവന് നമുക്ക് വില പറഞ്ഞ് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മളെ സാഹചര്യങ്ങൾ തർക്കിക്കാൻ നിൽക്കാറില്ല. ഇതിനെക്കുറിച്ച് ഞങ്ങൾ ശക്തമായി സംസാരിക്കുകയും അതിന് ആക്ഷൻ എടുപ്പിക്കുകയും ചെയ്തു. പക്ഷെ അപ്പൊ നടക്കേണ്ട കാര്യം അപ്പൊ നടത്തി കൊടുത്തതിന് ശേഷം മാത്രം സംസാരിക്കും. നമ്മൾ പണി മുടക്കിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഓടിയിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് എന്താവശ്യം വന്നാലും ഉടനെ അത് നടത്തുക. അതിനുശേഷം നമുക്ക് പറയാനുള്ളത് അധികാരികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ആ നയാണ് നമ്മൾ ഇതേവരെ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ഇപ്പൊ ഈ റോഡിൽ അപകടം പറ്റി കിടക്കുന്ന ഒരു വ്യക്തിയെ ഈ ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ഏത് ആശുപത്രിയാണ് സ്ഥിരമായി കൊണ്ടുപോകുക? അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? നമ്മൾ സാധാരണ രീതിയിൽ ഇവിടെ ഒട്ടുപാറ ഈ പരിസരത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകാറ്. നിയറസ്റ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ്. ഇവിടുന്ന് വിടുമ്പോൾ ഇവർ റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്യും. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞയക്കും. പിന്നെ പാർട്ടികൾ ഏതെങ്കിലും പ്രത്യേക ആവശ്യത്തിന് ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ പ്രൈവറ്റിലേക്ക് പോകാറുള്ളൂ. കാരണം ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഈ ചില മറ്റേ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുമായിട്ട് ഇത്തരം ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് അപകടം ഉണ്ടായ ഉടനെ ആ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിന് കമ്മീഷൻ ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ വടക്കാഞ്ചേരി ആക്സിഡന്റിനെ കുറിച്ച് അങ്ങനെ ഒരു ആക്ഷേപം ഇതുവരെ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം ഏത് ഹോസ്പിറ്റലാണ് പ്രിഫർ ചെയ്യുന്നത്? വടക്കാഞ്ചേരി ആക്സിഡന്റ് ഡ്രൈവർമാരെ എന്ന് പറയുന്നത് ശമ്പളത്തിന് വേണ്ടി വരുന്ന ഡ്രൈവർമാരല്ല എന്നാണ്. അവർക്കൊരു പ്രശ്നമല്ല. അല്ലെങ്കിൽ ഇപ്പൊ അവർ വാങ്ങുന്ന ശമ്പളത്തിനേക്കാൾ ഇരട്ടി ശമ്പളം അവർക്ക് കൊടുക്കാനായിട്ട് പല സ്വകാര്യ സ്ഥാപനങ്ങളും തയ്യാറുണ്ട്. പക്ഷെ അവരുടെ ശമ്പളത്തെക്കാൾ ഉപരി അവരുടെ മനസ്സിലുള്ള നന്മയാണ് അവരെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതിനെ അവരോട് പ്രത്യേകം കടപ്പെട്ടിരിക്കുന്നു.
ഞാനിത് ചോദിക്കാൻ കാരണം വെച്ചാൽ ആളുകളുടെ മുമ്പിൽ ആ ഒരു സംശയം ക്ലിയർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പല സ്ഥലങ്ങളിലും അതിന്റെ ആക്ഷേപം കേൾക്കുന്നുണ്ട്. പക്ഷെ വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വടക്കാഞ്ചേരി സംബന്ധിച്ച് അങ്ങനെ ആക്ഷേപമില്ല. പക്ഷെ മറ്റ് പല സ്ഥലങ്ങളിലും ആംബുലൻസ് ഡ്രൈവേഴ്സും പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരും തമ്മിൽ ധാരണയുണ്ട് എന്നാണ്. ഇപ്പോൾ മറ്റ് ടൂറിസ്റ്റ് ബസ്സുകളും തമ്മിലുണ്ടല്ലോ, അവർ ഒരു വണ്ടി കൊണ്ടുപോയാൽ ഭക്ഷണം കഴിക്കാൻ നിർത്തുന്നത് പ്രത്യേക ഹോട്ടലിൻ്റെ മുമ്പിലായിരിക്കും. അതങ്ങനെ ആ ഒരു രീതി. ഈ ആക്സിഡൻ്റ്, ഈ റോഡ് ആക്സിഡൻറ്റ് കെയറിങ് അല്ലാതെ തന്നെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത് ഉത്രാളിക്കാവ് പൂരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സേവനങ്ങൾ. അവിടെ അപകടം ഉണ്ടായ സമയത്ത് പൂരപ്പറമ്പെന്ന് ആ തിരക്കിനിടയിലും ആളുകളെ സ്ട്രെച്ചറിലെടുത്തുകൊണ്ട് ഓടി കൊണ്ടുപോയി ആശുപത്രി എത്തിച്ചു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? എല്ലാ കൊല്ലവും ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് കോർഡിനേഷൻ കമ്മിറ്റിയും ഇവിടുത്തെ തഹസിൽദാർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും ആവശ്യപ്പെടാറുള്ളത് പോലെ 3 ആംബുലൻസും 50ഓളം വളണ്ടിയേഴ്സും തയ്യാറായി നിൽക്കാറുണ്ട്. എന്താവശ്യം വന്നാലും സുസജ്ജമായി തയ്യാറായപ്പോഴുണ്ട്. അപകടങ്ങൾ കഴിഞ്ഞ വർഷം വളരെ കുറവ് അപകടമായിരുന്നു. വെടിക്കെട്ടിൻ്റെ രീതി കുറച്ച് കുറവായിരുന്നു, മറ്റേ തിരക്കും കുറഞ്ഞു. അതുകൊണ്ട് കഴിഞ്ഞ 2 വർഷം, അതിന് മുൻ വർഷങ്ങളിൽ 25, 30, 40 വരെ ഓട്ടം ഓടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് അപകടങ്ങൾ, വെടിക്കെട്ടിനോടനുബന്ധിച്ചുള്ള അപകടങ്ങൾ, ആൾക്കാർ ഓടി കുഴികളിൽ വീണിട്ട് കാലൊടിഞ്ഞിട്ടുള്ള കേസുകൾ, അങ്ങനെ പല അപകടങ്ങളും ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിനെല്ലാം സജ്ജമായ വളണ്ടിയേഴ്സ് ഉള്ളതുകൊണ്ട് ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും കാര്യമായ പരിക്കുകളോ അപകടങ്ങളോ ഇല്ലാതെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൂരത്തിന് ഈ 3 ആംബുലൻസ് എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾ മറ്റേ സമീപത്തെ ആക്സ് ബ്രാഞ്ചുകളിൽ നിന്നാണോ മറ്റു വണ്ടികൾ ലഭ്യമാക്കുന്നത്? എരുമപ്പെട്ടി ബ്രാഞ്ചിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും വണ്ടി വരാറുണ്ട്. ഇപ്പോൾ നമ്മൾ വടക്കാഞ്ചേരി ബ്രാഞ്ചിൻ്റെ കീഴിൽ എത്ര യൂണിറ്റുകളാണുള്ളത് ഈ ആക്സിന്? 6 യൂണിറ്റുകളുണ്ട്. അതെവിടെയൊക്കെയാണത്? പുന്നമ്പറമ്പ്, മുള്ളൂർക്കര, പുല്ലാനിക്കാട്, പരുത്തിപ്പറ, കുമ്പളങ്ങാട് സ്ഥലങ്ങളാണ്. ഇനിയിപ്പോൾ കൂടുതൽ ഈ യൂണിറ്റുകൾ അങ്ങനെ തുടങ്ങാനുള്ള അങ്ങനെ ആലോചനയോ അങ്ങനെ നിർദ്ദേശമോ അങ്ങനെ ഉണ്ടോ? കൂടുതൽ യൂണിറ്റുകൾ, കൂടുതൽ ആളുകളെ ആക്സിൻ്റെ ഈ വളണ്ടിയേഴ്സ് ഈ വണ്ടിയും കൊണ്ട് പോകാന്നുള്ള ഒരു കാര്യം മാത്രമല്ല ആക്സ് ഉദ്ദേശിക്കുന്നത്. ആക്സ് ഒരു സംസ്കാരമായി വളരേണ്ടതാണ് ആവശ്യം. ഒരു അപകടം കണ്ടാൽ ഉടനെ അതിന് എന്ത് ചെയ്യണം? ആക്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളണ്ടിയേഴ്സിന് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫയർഫോഴ്സിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഒരു അപകടം ഉണ്ടായാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് സമഗ്രമായി ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള വളണ്ടിയേഴ്സാണ്. പലപ്പോഴും ഒരു വലിയൊരു പ്രശ്നമാണ്. കാരണം ഈ റോഡിലൊരാൾ അപകടം പറ്റി കിടക്കുമ്പോൾ ചെന്നിട്ട് എടുത്ത് ചിലപ്പോൾ സ്വന്തം കാറിൽ കയറ്റി കൊണ്ടുപോകുന്നത് അത് അവർ ഒരു സ്നേഹത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ എടുത്ത് പൊക്കുമ്പോൾ കൂടുതൽ ആയിട്ട് അവരുടെ ബോൺ പൊട്ടുന്നു എന്നൊരു ആശങ്ക. അത് എടുക്കേണ്ടമായി എടുത്തില്ലെങ്കിൽ, അത് ട്രെയിനിങ് ലഭിക്കാത്തവരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിബ്സ് ആണ് പൊട്ടിയിരിക്കുന്നതെങ്കിൽ ആളെ വാരി എടുക്കുമ്പോൾ ലിവറിലേക്കൊക്കെ റിബ്സ് കുത്തി കയറി മരിക്കാൻ സാധ്യതയില്ലാത്ത ആളുകൾ മരിക്കാൻ വരെ സാധ്യതയുണ്ട്. അപ്പൊ അതൊരു ട്രെയിനിങ് വളരെ അത്യാവശ്യമാണ്. പിന്നെ അത്യാവശ്യം കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്ന വഴിക്ക് ഒരാൾക്ക് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വന്നു. അപ്പോൾ വളണ്ടിയേഴ്സും ഡ്രൈവറും രോഗിയുടെ കൂടെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നത്തെ വളണ്ടിയേഴ്സ് റംഷാദ് ആയിരുന്നു അന്ന്. ഇപ്പോൾ ആൾ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. അവൻ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുത്ത് ഹോസ്പിറ്റലിൽ വരെ ആളെ എത്തുന്നതിന് സഹായിക്കും. ആൾ മരിക്കാതിരിക്കാൻ ആ വളണ്ടിയറിന്റെ ട്രെയിനിങ് മാത്രമാണ് ഉപകരിച്ചത്. ആ ട്രെയിനിങ് ലഭിക്കാത്തൊരു വളണ്ടിയർ ആയിരുന്നുവെങ്കിൽ അയാളുടെ ഡെഡ് ബോഡി അവിടെ എത്തുമായിരുന്നുള്ളൂ. അപ്പോൾ ഈ ട്രെയിനിങ് വളണ്ടിയേഴ്സിന് മാത്രമല്ല ഈ രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാർക്കും കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. അതിനുള്ള സംവിധാനം ഇവിടെ സ്കൂൾ തലത്തിൽ, കോളേജ് തലത്തിൽ, ക്ലബ്ബുകൾ, അങ്ങനെ എല്ലാവരും മുൻകൈ എടുത്ത് ഇവിടെ ഇപ്പോൾ IMA അത് ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ള സംവിധാനമുണ്ട്. ആ സൗകര്യം ഉപയോഗിച്ച് ഈ രാജ്യത്തുള്ള മുഴുവൻ പേർക്കും കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുക, വേണ്ട അത്യാവശ്യം വേണ്ട പ്രഥമ ശുശ്രൂഷ കൊടുക്കാനുള്ള ട്രെയിനിങ് കൊടുത്താൽ ഇവിടെ എല്ലാവരും ആക്സ് വളണ്ടിയേഴ്സ് ആവും. അങ്ങനെ ഒരു സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഈ റോഡ് അപകടങ്ങളുടെ ഒരു കണക്ക് എങ്ങനെയാ? ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 19 വർഷം, എത്ര വർഷമായി നമ്മൾ ഇവിടെ ആക്സ്? 8 വർഷം. ഈ റോഡ് അപകടങ്ങൾ കുറഞ്ഞേക്കാണോ കൂടിയേക്കാണോ അതോ ഒരേപോലെയാണോ പോകുന്നത്? എങ്ങനെയാണ് ഒരു തോന്നുന്നത്? ഈ മദ്യം നിരോധിച്ച് കുറച്ചതിന് ശേഷം അപകടത്തിന്റെ നിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി സാധാരണ അപകടങ്ങൾ, വളരെ വലിയ അപകടങ്ങൾ ചിലത് ഉണ്ടാവാറുണ്ടെങ്കിലും സ്ഥിരമായിട്ടുണ്ടാകുന്ന അപകടങ്ങൾക്ക് വീണ്ടും അപകടങ്ങളുടെ എണ്ണം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ശക്തമായി നോക്കുന്നത് കൊണ്ട് അത്രയധികം, അതുകൊണ്ട് ഈ മദ്യം കൊണ്ട് അപകടം കൂടുതലില്ല. വളരെ ശക്തമായ പരിശോധനകളും കാര്യങ്ങളും നടത്തുന്നുണ്ട്. പോലീസ് ഊർജിതമായി പരിശോധിച്ചാൽ അത്തരം അപകടങ്ങൾ കുറെ ഒഴിവാക്കാൻ പറ്റും.
ശരിക്കും ഫ്രാൻസ് ചേട്ടൻ്റെ ഒരു അനുഭവം വെച്ച് ഈ റോഡ് അപകടങ്ങളുടെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? മദ്യമാണോ, അല്ലെങ്കിൽ റോഡുകളുടെ ശോചനീയ അവസ്ഥയാണോ, വാഹനങ്ങളുടെ മെയിൻ്റനൻസിൻ്റെ പ്രശ്നമാണോ? എന്താണ് ശരിക്കും ഈ അപകടങ്ങൾക്ക് ഒരു കാരണമായിട്ട് തോന്നിയിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ കാരണം അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ്. കെയർലെസ് ഡ്രൈവിങ്ങിനാണ്. റോഡുകൾ ഒരു ഘടകമാണ്. വാഹനങ്ങളുടെ പരിശോധന കാര്യങ്ങൾ കൃത്യമായി നടത്തണം. പോലീസ് നിതാന്ത ജാഗ്രത പുലർത്തണം. അമിത വേഗതയിലും ഒക്കെ പാഞ്ഞു പോകുന്ന അവർക്ക് താക്കീത് കൊടുക്കണം. ഹെൽമെറ്റ് ഉപയോഗിക്കാത്തവരോട് ഹെൽമെറ്റ് ഉപയോഗിക്കാൻ നിർബന്ധിക്കണം. അത് സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റിന്റെ ഉപയോഗം അനുഭവിച്ചറിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ഞാൻ 2 തവണ മോട്ടോർ ബൈക്ക് അപകടത്തിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്റെ ഹെൽമെറ്റ് മാത്രം കാരണം. അപ്പൊ അത് പോലീസിന് വേണ്ടിയിട്ട് ഹെൽമെറ്റ് വെക്കുന്ന ആ രീതി മാറി സ്വന്തം ജീവന് വേണ്ടിയിട്ടാണെന്നുള്ളത് ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വീണ്ടും നടത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് ഇത് പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ പോലീസിന് വേണ്ടിയല്ല ഹെൽമെറ്റ് വെക്കേണ്ടത്, സ്വന്തം ജീവന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാർ ഓടിക്കുന്നവർക്ക് ഡ്രൈവർ സീറ്റിൽ മാത്രമേ സീറ്റ് ബെൽറ്റ് നിർബന്ധമുള്ളൂ. യഥാർത്ഥത്തിൽ ശരിക്കും അതിനകത്ത് എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുന്നതല്ലേ ശരിക്കും? കാരണം ഒരു സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈവർ മാത്രമല്ല പോയി മുമ്പിൽ പോയി ഇടിക്കുന്നത്. ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ വണ്ടികളിലും എല്ലാ സീറ്റും ഉണ്ട്, പക്ഷെ അത് നിർബന്ധം അല്ലല്ലോ ഇപ്പോഴും. ഫ്രണ്ട് സീറ്റ് നിർബന്ധമാണ്. ഫ്രണ്ട് സീറ്റിൽ ഇന്ത്യൻ ആയിട്ടില്ല, വിദേശ രാജ്യങ്ങളിൽ ഫ്രണ്ട് സീറ്റ് നിർബന്ധമാണ്. ഇവിടെ ഇപ്പോൾ ഡ്രൈവർ സീറ്റിൽ മാത്രമേ നിർബന്ധമുള്ളൂ. സീറ്റിൽ നിർബന്ധിക്കുന്നതിന്റെ ഒരു കാരണം ഡ്രൈവറുടെ സീറ്റിന് ഡ്രൈവറുടെ മുന്നിൽ മാത്രമേ സ്റ്റിയറിംഗ് ഉള്ളൂ. അപ്പൊ ഈ ബെൽറ്റ് ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നെഞ്ചടിക്കാനും നെഞ്ചും കൂടെ തകരാനും സാധ്യത ഡ്രൈവർക്കാണ്. അതുകൊണ്ട് അത് കമ്പൽസറി. രണ്ടാമത് കുറച്ചും കൂടി ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് അടുത്ത സാധ്യത അവർക്ക് വരുന്നുള്ളൂ. ഇപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ അവിടെ സീറ്റ് ബെൽറ്റ് മുഴുവൻ നിർബന്ധം, ഫ്രണ്ടിലും നിർബന്ധമാണ്. പിന്നെ മാത്രമല്ല കൊച്ചു കുട്ടികളെ മുന്നിൽ ഇരുത്താൻ പോലും പാടില്ല, അതും നിയമവിരുദ്ധ. അത്തരം നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരേണ്ട ആവശ്യകത ഉണ്ടോ? തീർച്ചയായിട്ടും അവരൊരുപാട് റിസർച്ച് നടത്തിയിട്ടായിരിക്കും അത്തരം തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. നമുക്ക് തന്നെ സാധാരണ നമ്മുടെ കോമൺ സെൻസ് വെച്ചിട്ട് ആലോചിച്ചാൽ തന്നെ അറിയാലോ. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ മടിയിലിരിക്കുന്ന കുട്ടി നേരെ ചെന്നിടിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ മറ്റേ വയലിനിസ്റ്റ് ആ കുട്ടി മരിക്കാൻ കാരണം അതെ കുട്ടി മടിയിലായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അത് നമുക്ക് അനുഭവം കൊണ്ട് പഠിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ പഠിക്കും? അനുഭവം നമ്മൾ ഓരോ പാഠമാക്കണം. ഇനി ഒടുവിലായിട്ട് ഈ മർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഉള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? അസോസിയേഷന്റെ പ്രധാനപ്പെട്ട യോഗങ്ങളിൽ പിന്നെ ഒഫീഷ്യൽ കാര്യങ്ങളിലെല്ലാം ഇടപെടാറുണ്ട്. യൂണിയൻകാരായിട്ടുള്ള ചർച്ചകൾ കാര്യങ്ങൾ എല്ലാം സുഗമമായി നടത്താൻ സാധിക്കുന്നുണ്ട്. തൊഴിലാളികളുടെ സഹകരണം കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കൂലി ചർച്ച നടന്നു. അത് വളരെ സുഗമമായി നടത്താൻ കഴിഞ്ഞു. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. വളരെ കുഴപ്പമില്ലാണ്ട് സുഖമായി പോകുന്നു. ഈ മറ്റേ GST ഒക്കെ വന്നപ്പോൾ വ്യാപാര മേഖലയ്ക്ക് അത് ഗുണോ ദോഷമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കൃത്യമായി നടപ്പിലാക്കിയാൽ നാടിന് ഗുണമുള്ള കാര്യമാണ്. പക്ഷെ ഒരു അഴഞ്ഞു മെട്ടിൽ നടത്തുമ്പോൾ അത് ഭയങ്കര കഷ്ടം. കുറേ പേര് GST ഇല്ലാണ്ട് ചെയ്യുക, കുറേ പേര് GST അടച്ചിട്ട് ചെയ്യുക. അത് ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ അത് കൃത്യമായിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ രാജ്യത്തിന് നന്മ ഉണ്ടാവുള്ളൂ. പക്ഷെ നിയമം എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളത് നടത്തുന്നവർ തീരുമാനിക്കേണ്ട കാര്യം. അപ്പോൾ ഇത്രയധികം ജനസേവന രംഗത്ത് അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തെ നേതൃത്വം നൽകുന്ന താങ്കൾ ജനങ്ങൾക്ക് എന്തെങ്കിലും സന്ദേശം നൽകാനുണ്ടോ? ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആക്സ് എന്നത് ഒരു സംഘടനയല്ല, ഒരു പ്രസ്ഥാനമാണ്, ഒരു സംസ്കാരമാണ്. നമ്മളെല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടതാണ്. നമ്മൾ ഒരു അപകടം പറ്റി കിടക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന് ചിന്തിച്ച് നമ്മൾ അപ്പുറത്തുനിന്ന് ചിന്തിച്ചാൽ നമുക്ക് രക്ഷിക്കാതിരിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. നമ്മുടെ സഹോദരനാണ് അഥവാ നാം തന്നെയാണ് എന്ന ചിന്തയിൽ അപകടം കണ്ടാൽ ഉടനെ അതിലിടപെട്ട് സഹായിക്കുക. അതുപോലെ തന്നെ ഒരാൾ പട്ടിണി കിടക്കുക എന്നാൽ നമുക്ക് പട്ടിണി കിടന്നാൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന അവസ്ഥ, വേദന, ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കി ആരും പട്ടിണി കിടന്ന് ഈ നാട്ടിൽ മരിക്കാതിരിക്കാനുള്ള അവസരം നാം ഒരുക്കണം. നമ്മുടെ കയ്യിലുള്ള ചെറിയ ചെറിയ അവസരങ്ങൾ, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം നമ്മോടൊത്ത് ചെലവഴിച്ചത് വടക്കാഞ്ചേരിയിലെ കാരുണ്യ ട്രസ്റ്റിൻ്റെ ചെയർമാൻ, ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ ഒരു 19 വർഷമായി അവിടുത്തെ മുഴുവൻ രോഗികൾക്കും സൗജന്യമായി ഭക്ഷണം നൽകി വരുന്ന ഒരു സംഘടനയാണ് കാരുണ്യ ട്രസ്റ്റ്. അതിൻ്റെ ചെയർമാൻ, അതായത് സംഘടന എന്നതിനൊക്കെ ഉപരി ഇദ്ദേഹമാണ് തുടങ്ങി വെച്ചത്. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും അത് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അന്നും ഇന്നും എന്നുമുള്ള ഒരു നേതൃത്വത്തിലുള്ള വ്യക്തിയാണ് ശ്രീ. അതുപോലെ റോഡ് അപകടങ്ങളിൽപ്പെട്ട് റോഡിൽ ചോര ഒലിപ്പിച്ച് കിടക്കുന്ന രോഗികളെ അടിയന്തരമായി ആംബുലൻസിൽ കയറ്റി
ഏറ്റവും അടുത്ത ആശുപത്രിയിൽ എത്തിച്ച് അവരെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ആക്സ് എന്ന് പറയുന്ന സംഘടനയുടെ കഴിഞ്ഞ 6 വർഷമായി അതിൻ്റെ പ്രസിഡൻറ്റ്, പിന്നെ വടക്കാഞ്ചേരിയിലെ മർച്ചൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള വടക്കാഞ്ചേരിയിലെ പ്രമുഖനായിട്ടുള്ള ഒരു വ്യാപാരി ശ്രീ BV ഫ്രാൻസിസ് ആണ് ഇത്രയും സമയം നമ്മോടത് ചെലവഴിച്ചത്. PCയുടെ മുഴുവൻ പ്രേക്ഷകർക്കും വേണ്ടി ഉള്ള നന്ദി അദ്ദേഹത്തെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.